ബാക്കി വന്ന ദോശമാവ് കൊണ്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് 2-3 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് നല്ലപോലെ പുളിച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കുറച്ചൊക്കെ അധികം വരുമല്ലോ. അപ്പോൾ ആ ഒരു മാവ് നല്ലപോലെ ഫ്രിഡ്ജിൽ നിന്ന് പുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ എടുത്ത് ഒരു 1/4 പാകത്തിൽ അത് നിറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 2-3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ സാധാരണ ചുമന്ന ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ അരിയുന്നുണ്ടല്ലോ, അതിൻ്റെ എല്ലാം തൊലി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഇതുപോലെ നമ്മുടെ പച്ചക്കറികളിലും ചെടികളിലും കറിവേപ്പിലും ഒക്കെ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുരടിച്ച് പോയ ഇലകളും അതുപോലെ തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒന്നും ചെയ്യാത്ത പച്ചക്കറികളും ചെടികളും, പ്രത്യേകിച്ച് റോസാ ചെടിയൊക്കെ വളരെ നല്ലതാണ്. ഈ ഒരു ഉള്ളിത്തൊലി എന്ന് പറഞ്ഞാലും വെളുത്തുള്ളിയുടെ തൊലിയും പച്ചക്കറിയുടെ തൊലിയൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ടാവും, അതുപോലെ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ആ കറിവേപ്പൊക്കെ നല്ല തഴച്ച് വളരാനും ഒക്കെ വളരെ നല്ലതാണ്.